സാധനങ്ങൾ നമ്മൾ കടയിൽ നിന്ന് മലയാളികൾ കീടനാശിനികളും മലയാളികളുടെ ഭക്ഷണം മുഴുവൻ സർവത്ര വിഷമയമാണെന്ന് അതിൽ കൃത്രിമ നിറങ്ങളും കീടനാശിനിയുടെ അളവ് കൂടുതലാണെന്ന് പറയുന്നത്. കീടനാശിനിയൊക്കെ കൊണ്ടാണ് മലയാളിക്ക് ഭക്ഷണം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും രോഗികളായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ മനോരമയില് പത്രത്തിൽ വന്ന വാർത്തയാണ്. നമ്മുടെ ഭക്ഷണത്തിൽ മലയാളികൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അനുവദനീയം അല്ലാത്ത കൃത്രിമ നിറങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ശുദ്ധമായിരിക്കേണ്ട സോഡയിൽ പോലും 260% ബാക്ടീരിയ കണ്ടെത്തി. അതുപോലെ തന്നെ ബദാം പോലുള്ള പാലില് എല്ലാം തന്നെ മായമാണെന്നാണ് പറയുന്നത്. ഇപ്പൊ അതുപോലെ പ്ലം കേക്ക് ആയാലും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എന്ത് സാധനമായാലും അതിനൊക്കെ കീടനാശിനിയും അതുപോലെ തന്നെ പ്രിസർവേറ്റീവ് വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മലയാളി ഭക്ഷണം സർവത്ര വിഷമയമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക, നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയാണുള്ളത്. പലവിധ രോഗങ്ങളാണ് വരുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ബ്രാൻഡുകളിലെല്ലാം പ്രമുഖ ബ്രാൻഡുകളിലൊക്കെ മായം കലർന്നിട്ടുണ്ടെന്ന് നമ്മൾ കുറെ നാൾ മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ മായം കലർന്നതിന് ഓരോ ഫൈനൊക്കെ ഇട്ട് കൊടുത്താൽ വീണ്ടും അത് തന്നെയാണ് ചെയ്യിക്കുന്നത് എന്നുള്ള കാര്യമാണ് വിഷമകരമായിട്ടുള്ള കാര്യമാണത്. അതുകൊണ്ട് തന്നെ നല്ല നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടുകയാണെങ്കിൽ അതാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. 82 കമ്പനികളിലെ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടികളാണ് ഈ കുറച്ച് നാൾക്ക് മുമ്പ് പിടിച്ചെടുത്തത്. എന്നിട്ട് അത് തന്നെയാണ് വീണ്ടും അവർ തന്നെ കച്ചവടം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സപ്ലൈകോയുടെ ശബരി വെളിച്ചെണ്ണയിൽ പോലും വെളിച്ചെണ്ണയിൽ മായം കണ്ടെത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആരെയും തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. നമുക്ക് നമ്മെ തന്നെയാണ് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതുപോലെ സാനിറ്ററി പാഡുകൾ അർബുദത്തിന് കാരണമാകുന്ന മാരക രാസവസ്തുക്കൾ എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ സാനിറ്ററി പാഡുകളിലും ഇവിടെ തന്നെ ഈ വീണ്ടും യൂസബിൾ കോട്ടൺസ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ കണ്ടന്റ് ഒക്കെ ഉണ്ട്. അത് പുറമേ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ പാഡുകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് നല്ല പാഡ് ഉണ്ട്, മോദി കെയർ നല്ല പാഡ് സാനിറ്ററി പാഡ് കൊടുക്കുന്നുണ്ട്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കൂർ തന്നെ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് സാധാരണ പാഡൊക്കെ ആണെങ്കിൽ 3 മണിക്കൂറുള്ള നമ്മുടെ പാഡ് 12 മണിക്കൂർ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ അതിലേക്ക് ബാക്ടീരിയകളൊന്നും കടക്കാതിരിക്കാൻ അതിനെ നശിപ്പിച്ച് കളയാനുള്ള ഒരു ആന്റിയോൺ സ്ട്രിപ്പൊക്കെ ഉണ്ട്. പിന്നെ 8 ലെയർ സംരക്ഷണം, നമ്മുടെ അങ്ങനെ 8 ലെയർ സംരക്ഷണം കൊടുത്തിട്ടാണ് നമ്മുടെ പാഡൊക്കെ ഇറക്കിയിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ സർവിക്കൽ ക്യാൻസർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് നല്ല പാഡ്, നമ്മുടെ കമ്പനിയുടെ പാഡ് വാങ്ങിച്ചുപയോഗിക്കാൻ സാധിക്കുന്നവർ ഉപയോഗിക്കുക, മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ കടയിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് 1500 മുതൽ 5000 രൂപ വരേക്കും നമുക്ക് ഉൽപ്പന്നങ്ങൾ എല്ലാ മാസവും വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 3000 രൂപയുടെങ്കിലും സാധനങ്ങൾ നമ്മൾക്ക് ഒരു മാസത്തേക്കാണ് വാങ്ങിക്കുക. അങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. 3000 തൊട്ട് 6000 രൂപ വരേക്കൊക്കെ നമുക്ക് ഒരു മാസത്തിൽ ചെലവ് വരും. കാരണം ഇപ്പോൾ ഒരു വെളിച്ചെണ്ണയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 430 രൂപയാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ. അങ്ങനെ ഒരു 4 കിലോ വെളിച്ചെണ്ണയെങ്കിലും ഒരു വീട്ടിലേക്ക് ആവശ്യം വരും എന്നാണ് പറയുന്നത്. അപ്പൊ 4 കിലോ വരുമ്പോ പൈസ എത്രമാത്രം കൂടിയെന്ന് വെച്ചാൽ 1720 രൂപയോളം വരുന്നുണ്ട്. അപ്പൊ വെളിച്ചെണ്ണയ്ക്ക് മാത്രമായിട്ട് ഈ പൈസ മുടക്കുന്നുണ്ടെന്നുള്ളതാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളതെല്ലാം കൂടുമ്പോൾ 5000 രൂപയിലൊക്കെ മുകളിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നമുക്ക് നല്ല ഉൽപ്പന്നങ്ങൾ മോദി കെയറിന്റെ സോൾ ഫ്ലവേഴ്സ് ഇറക്കുന്നുണ്ട്. യാതൊരു മായമില്ലാത്ത സാധനങ്ങളാണ്. ഇത് നമ്മുടെ കമ്പനി പറയുന്നത് തന്നെയല്ല, അത് നമ്മുടെ ഒരു വിവരാവകാശ പ്രവർത്തകൻ, സാംസ്കാരിക പ്രവർത്തകൻ ഇതില് മറ്റുള്ള മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ മായം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സംശയം, ഇവരുടെ മുളക് പൊടി മല്ലിപ്പൊടി നമുക്കൊന്ന് പരിശോധിപ്പിക്കണം. അതിന് അദ്ദേഹം കൊണ്ടുപോയിട്ട് നമ്മുടെ കേരളത്തിന്റെ ലാബിൽ കൊണ്ടുപോയിട്ട് ഗവൺമെന്റ് ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കാൻ കൊടുത്തു. പരിശോധിച്ച് കിട്ടി കഴിഞ്ഞപ്പോൾ അതിന്റെ റിസൾട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യാതൊരുവിധ പ്രിസർവേറ്റീവ്സ് ഇല്ലാണ്ടാണ് നമ്മുടെ മോദി കെയർ ഉൽപ്പന്നങ്ങൾ ഇറക്കിയിരിക്കുന്നത് എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ പേപ്പറിൽ വായിച്ച കാര്യമാണ്, രോഗം മൂലം മരിക്കുന്നതിനേക്കാൾ കൂടുതൽ പേര് മരുന്നുകളുടെ പാർശ്വഫലം മൂലമാണ് മരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ രോഗം വന്ന് മരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് പാർശ്വഫലങ്ങള്, സൈഡ് എഫക്റ്റ് കൊണ്ടാണ് നമ്മുടെ ആൾക്കാർ കൂടുതലായിട്ട് മരിക്കുന്നത് എന്നാണ് പുതിയതായിട്ടുള്ള പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മരുന്ന് കഴിച്ച് രോഗികളാകുന്നത് 35% പേര് അങ്ങനെയാണ് രോഗികളായിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്.
മരുന്നുകൾ കഴിക്കുന്നതോട് കൂടിയിട്ട് കിടപ്പ് രോഗികളുടെ എണ്ണം കൂട്ടുന്നുവെന്നും ഫാർമസി കൗൺസിൽ പ്രസിഡന്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജീവിത ശൈലി രോഗങ്ങളിൽ ജീവിതം തകർന്നു കേരളം, അങ്ങനെ വളരെയധികം ജീവിത ശൈലി രോഗങ്ങളാണ് നമ്മുടെ അവിടെ. രോഗികളുടെ എണ്ണത്തിൽ സംസ്ഥാനം 1-ാം സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് സമഗ്ര പഠനം തുടങ്ങിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ടുള്ളത്. എന്തായാലും വളരെ ദുഃഖകരമായ കാര്യമാണ് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ 100 രൂപയുടെ ഒരു ഉൽപ്പന്നം കടയിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യമായിട്ടൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഒരു കച്ചവടക്കാരൻ എന്നുള്ള നിലയ്ക്ക് പോലും എനിക്ക് ഈ ഉൽപ്പന്നം 100 രൂപയുടെ സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു 15 രൂപ കിട്ടുന്നുണ്ട്, ഹോൾസെയിലർക്ക് ഒരു 10 രൂപ, അതിന് 25 രൂപയാ പോകുന്നുള്ളൂ, ബാക്കി 75 രൂപ കമ്പനിക്കാണ് ഞാൻ ഇതുവരെയായിട്ടും കണക്കാക്കി ഇരുന്നത്. പക്ഷെ ഇപ്പോൾ മോദി കേരളം വന്നതോട് കൂടിയിട്ടാണ് ഇതിന്റെ ശരിയായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഒരു 40 രൂപയ്ക്ക് ഇറക്കുന്ന കമ്പനിക്ക് ഇറക്കുന്ന ഉൽപ്പന്നം നമ്മുടെ കൈകളിൽ എത്തുമ്പോൾ 100 രൂപയായി വരുന്നു. അതായത് അതിന്റെ ഏജൻസി ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ഉൽപ്പന്നം എത്തുന്നത്. പിന്നെ ഇത് നമ്മുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ നമ്മൾക്ക് അറിയണമെങ്കിൽ, ഉപഭോക്താക്കൾ വാങ്ങിക്കണമെങ്കിൽ അതിന് പരസ്യം വേണം. ഈ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ വലിയ സെലിബ്രിറ്റീസ് ആണ്. ആ സെലിബ്രിറ്റീസിന് കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്. ഈ പൈസയൊക്കെ നമ്മുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. അപ്പൊ ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിന് ഒരു വിപരീതമായിട്ടുള്ള ഒരു സംഗതിയാണ് ഡയറക്ട് സെല്ലിംഗ്. അതായത് നമ്മൾ കടകളിൽ പോയി വാങ്ങിക്കുന്നതിന് പകരം നമ്മൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് മേടിക്കുകയാണെങ്കിൽ, നമ്മുടെ മോദി കെയർ എന്ന് മേടിക്കുകയാണെങ്കിൽ ഈ 60 നമ്മുടെ 100 രൂപയ്ക്ക് 60 രൂപ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ 60% നഷ്ടപ്പെടുന്നത് നമുക്ക് തിരിച്ചു തരുന്നതിനുള്ള ഒരു അവസരമാണ് ഡയറക്ട് സെല്ലിംഗ് ഇവിടെ നിർവഹിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ നിന്നും മോദി കെയറിന് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ കിട്ടുന്ന ലാഭനഷ്ടങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ, വലിയ വലിയ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ആയിട്ട് 5% കിട്ടുമായിരിക്കും. പക്ഷെ മോദി കെയറിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വാങ്ങിക്കുന്ന നേരത്തെ തന്നെ 33% കമ്മീഷൻ കിട്ടുന്നത്, വില കുറച്ച് കിട്ടുന്നത്. പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഗിഫ്റ്റുകളൊന്നും കിട്ടുന്നില്ല. പക്ഷെ മോദി കെയറിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ 10% തൊട്ട് 15% വരെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് അപ്പോൾ തന്നെ ലഭിക്കും. പിന്നെ മറ്റു മാർക്കറ്റിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തിനും ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. ഒരു പേസ്റ്റ് കൊണ്ടുപോയിട്ട് അതിന്റെ കവറൊന്ന് പൊട്ടിച്ച് കൊടുന്നാൽ പോലും ഞങ്ങൾക്ക് തിരിച്ചു മേടിച്ചു വയ്ക്കാൻ സാധിക്കില്ല. പക്ഷെ മോദി കെയറിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു 20%, 25% ഉപയോഗിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നാൽ പോലും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് തിരിച്ചെടുക്കും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് ആ പേസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. അത്രയും ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. അതായത് 100% ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ലോയൽറ്റി എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. ലോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 മാസത്തെ ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംഗതി ലോയൽറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ആണെങ്കിൽ മോദി കെയറിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ 3 മാസത്തെ ഉൽപ്പന്നങ്ങൾ, ഒരു കൊല്ലത്തിൽ 3 മാസത്തെ ഉൽപ്പന്നങ്ങളാണ് മോദി കെയറിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ ഉള്ളൂ. മോദി കെയറിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ വളരെയധികം നേട്ടങ്ങളാണ്. 72% നേട്ടമാണ് നമ്മുടെ മോദി കെയറിൽ നിന്ന് മേടിക്കുമ്പോൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ മോദി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. അതിന്റെ ഫൗണ്ടറാണ് നമ്മുടെ സമീർ മോദി സാറ്. 1990 ഇന്ത്യയിൽ ഇത് പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയത് ഡയറക്ട് സെല്ലിങ്. ഇദ്ദേഹം തന്നെ വളരെയധികം ആൾക്കാരുടെ അവരുടെ ജീവിത രീതികൾ മാറ്റിമറിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ സമീർ മോദി സാറ്. ഈ ഡയറക്ട് സെല്ലിംഗ് വഴിയായിട്ട് കണ്ടമാനം ആൾക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തി സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ മോദി കെയറിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ 2 തരത്തിൽ നമുക്ക് തിരിക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ ആയിട്ട് അവർക്ക് 60% തന്നെ ഓഫില് സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അതൊരു പാർട്ട് ടൈം ബിസിനസ് ആയിട്ട് നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 10,000 മുതൽ 50,000 നമുക്ക് 6 ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു ബിസിനസ് ആയിട്ടോ കൺസ്യൂമർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മോദി കെയറിലേക്ക് വരാവുന്നതാണ്. ഇതിന്റെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 തരത്തിലുള്ള വരുമാനമാണ് നമ്മളുടെ മോദി കെയർ കൊടുക്കുന്നത്. ആ ഇൻകത്തെ പറ്റിയിട്ട് ഞാൻ ഇവിടെ പറയാം. അതിന് വിശദമായിട്ടുള്ള നിങ്ങളുടെ ലീഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക. സേവിങ്സ് ഓൺ കൺസംഷൻ ഉപയോഗിക്കുമ്പോൾ തന്നെ നേട്ടം ലഭിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ ലോയൽറ്റി ലഭിക്കുന്നുണ്ട്.
ലോയൽറ്റിയെ പറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതാണ് ലോയൽറ്റി. പിന്നെ പ്രോഗ്രഷൻ ബോണസ് കിട്ടുന്നുണ്ട്. പിന്നെ പവർ ഓഫ് 4, 4 പേരെ നമ്മൾ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ അതിന് കിട്ടുന്നതാണ് പവർ ഓഫ് 4ന്റെ ബോണസ് കിട്ടും. പിന്നെ ഡയറക്ടർ ബോണസ് പൂളുണ്ട്. പിന്നെ വെഹിക്കിൾ ബോണസ് ഉണ്ട്, നാഷണൽ ട്രാവൽ ബോണസ് ഉണ്ട്, മെന്റർഷിപ്പ് ബോണസ് ഉണ്ട്, വേൾഡ് ടൂർ ഫണ്ട് ഉണ്ട്, ലക്ഷറി കാർ ഫണ്ട്, ഡ്രീം ഹൗസ് ബോണസ്, റെഡ് ഡയമണ്ട് ക്ലബ്, ബ്ലൂ ഡയമണ്ട് ക്ലബ് ബോണസ്. ഇങ്ങനെ 12 തരം വരുമാനങ്ങളാണ് കൊടുത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും തന്നെ അത് നേടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഡയറക്ട് സെല്ലിങ്ങിന്റെ കേരളത്തിൽ വളരെയധികം മുന്നേറ്റം നടന്ന് നമ്മുടെ കോവിഡിന്റെ കാലത്ത് ശതമാനം തന്നെ വളർച്ച രേഖപ്പെടുത്തി എന്നാണ് പറയുന്നത് നമ്മുടെ മോദി കെയർ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്ട് സെല്ലിങ്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പള്ളിയും അമ്പലങ്ങളും എല്ലാം മോസ്കുകളൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. ജനങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങാണ്ട് വീടിനകത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരുടെയും ജോലിയും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ ഡയറക്ട് സെല്ലിങ് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 10% ഡയറക്ട് സെല്ലിങ്ങില് നേട്ടം കൈവരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഇങ്ങനെ കോവിഡ് പോലെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാം. എല്ലാവരുടെയും ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭം ഉണ്ടായാൽ നമുക്കൊരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം അത്യാവശ്യമാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായ കാര്യമാണത്. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ മോദി കെയർ നമുക്ക് മോദി കെയർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവരും തന്നെ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇദ്ദേഹം ഈ നമ്മുടെ ഇതിന്റെ പ്രളയകാലത്ത് നമ്മുടെ സമീർ മോദി സാറ് 1 കോടി രൂപയുടെ ചെക്കാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന് കൊടുക്കുന്നത്. അതിന്റെ ഫോട്ടോയാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമീർ മോദി സാറാണ് കൊടുക്കുന്നത്. പ്രളയം ഉണ്ടായപ്പോഴാണ് കൊടുത്തത്. പിന്നെ നമുക്ക് നോട്ട് ഓൺലി ഗീവ്സ് യുവർ ഡ്രീം ഇൻകം ബട്ട് ഓൾസോ ഗീവ്സ് യുവർ ഡ്രീം ലൈഫ് സ്റ്റൈൽ. നമുക്ക് തരുന്ന ഡ്രീം ഇൻകം ഒരു സ്വപ്നതുല്യമായിട്ടുള്ള വരുമാനം മാത്രമല്ല, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ സ്വപ്നത്തിലൂടെ ലൈഫ് സ്റ്റൈൽ തന്നെ നല്ല രീതിയിലാക്കുന്നതിനുള്ള അവസരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ നല്ലതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാറ് കിട്ടുന്നുണ്ട്, അതുപോലെ നല്ല ടൂർ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ വീട് പണിയാനുള്ള പണം ലഭിക്കുന്നുണ്ട്. പിന്നെ സ്വതന്ത്രമായിട്ടിരിക്കാൻ, സമാധാനത്തോടു കൂടി ഇരിക്കാൻ നുള്ള അവസരങ്ങളൊക്കെ ഈ മോദി കെയർ വഴിയായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇത് സക്സസ് പ്രിൻസിപ്പൽസ് ബൈ മോദി കെയർ, ഇതിന് പ്രത്യേകമായിട്ട് അക്കാഡമി ഉണ്ട്, നമ്മൾ പഠിപ്പിച്ചു തരാൻ ക്ലാസ് റൂം ഉണ്ട്, അതുപോലെ ഓൺലൈനിൽ കൂടെ ക്ലാസ് ഉണ്ട്, അതുപോലെ ഫോൺ വഴിയായിട്ട് നമുക്ക് ക്ലാസ് ലഭിക്കുന്നതാണ്. ഇങ്ങനെ സക്സസ് ആകാൻ, നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ഭാഗത്തു നിന്ന് വളരെയധികം കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആൻസർ യുവർ സെൽഫ്. ഇഫ് നോട്ട് മോദി കെയർ ദെൻ വാട്ട്? അങ്ങനെയാണെങ്കിൽ മോദി കെയർ അല്ലാണ്ട് വേറെ ഏതാ ഒരു കാര്യമുള്ളത്? മോദി കെയറിനേക്കാൾ വലിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോദി കെയറിനെ പോലെ ഒരു കമ്പനിയും ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്തു തരുന്നില്ല. ഞാൻ ഇതെല്ലാം കേട്ട നിങ്ങൾ അല്ലാണ്ട് പിന്നെ വേറെ ആരാണ് ഇതിൽ ജോയിൻ ചെയ്യുക? അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യേണ്ടതാണ്. ഇഫ് നോട്ട് നൗ ദെൻ വെൻ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നീട് ആവട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ പിന്നീട് ആവട്ടെ എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല. അവസരങ്ങൾ വരുമ്പോൾ അവസരങ്ങൾ കൈനീട്ടി വാങ്ങിക്കാനാണ് വേണ്ടത്. നമുക്ക് സമയവും അതുപോലെ തിരമാലകളും ആരെയും കാത്തു നിൽക്കില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സമയം കളയാണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഈ മോദി കെയറിലേക്ക് ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ ശ്രമിക്കുക. അതിന് പൈസ ഒന്നും കൊടുക്കേണ്ട, പണം മുടക്കേണ്ട കാര്യമില്ല. ജേർണി ഓഫ് 1000 മൈൽ നടക്കണമെങ്കിലും നമ്മളൊരു സിംഗിൾ സ്റ്റെപ്പ് ഒരിക്കലും വയ്ക്കാണ്ട് ഈ 1000 മൈൽ ഒന്നും നടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പൊ എല്ലാവരെയും മോദി കെയറിലേക്ക്, വെൽക്കം ടു മോദി കെയർ, എല്ലാവരെയും മോദി കെയറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്കിവിടെ ഒരു അവസരം ഒരുക്കി തന്ന ടൈഗേഴ്സ് ഇന്റർനാഷണലിന്റെ എല്ലാ ലീഡേഴ്സിനും, ഗ്രേറ്റ് ലീഡേഴ്സിന് പ്രത്യേകമായി നന്ദി പറഞ്ഞു. എനിക്കിവിടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, അതിന് എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ഇനി അടുത്തതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡറായിട്ട് സാറിനെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം
ജോളി സേവ്യർ സാർ. ഓക്കെ, താങ്ക് യു ലാസർ സാർ. താങ്ക് യു സാർ. ഓക്കെ, മോദിഗർ ബിസിനസിന്റെ കുറേയധികം കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്തു. എനിക്ക് തോന്നുന്നു മിസ്റ്റർ ലാസർ സാറിന്റെ ആദ്യത്തെ ഒരു പ്രസന്റേഷൻ ആയിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ നല്ല ഒഴുക്കോടുകൂടി അദ്ദേഹം കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നിലവിലുള്ള ഒരു ട്രഡീഷണൽ ബിസിനസ് ചെയ്തുകൊണ്ട് പാർട്ട് ടൈം ആയിട്ടാണ് അദ്ദേഹം മോദിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സൂം പ്ലാറ്റ്ഫോംസിൽ പങ്കെടുക്കുന്ന വഴിയായിട്ടാണ് ഈ ഒരു പ്രസന്റേഷൻ നടത്താവുന്ന രീതിയിലേക്ക് അദ്ദേഹം മോദിഗറിൽ വളർന്നത്. എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ടെക്നോളജിയുടെ അസൗകര്യം കൊണ്ട് ആദ്യം അല്പം ബുദ്ധിമുട്ടുണ്ടായെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അത് അദ്ദേഹം ഓവർകം ചെയ്തു. വളരെ നല്ല രീതിയിൽ വ്യത്യസ്തമായ ചില സ്ലൈഡുകളിലൂടെ അദ്ദേഹം നമ്മളെ കൊണ്ടുപോയി. ഒരുപക്ഷെ ചില അഡ്വൈസേഴ്സ് എങ്കിലും ആദ്യമായിട്ടായിരിക്കും ഈ പ്രസന്റേഷൻ കാണുന്നത്. ആ പത്രത്തിൽ വന്ന വാർത്തകളൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് മോദിഗർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഇന്നത്തെ പ്രത്യേകതകൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. മരണനിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. 40കളിലും 50കളിലും ഒക്കെ കൊഴിഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രശസ്തരായ ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറിയുന്നു. അല്ലാതെ നിരവധിയായ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞവൻ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളിൽ പലരും കെമിക്കലുകളും മായങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. പല പത്രമാധ്യമങ്ങളും പോലും ഇത്തരം വാർത്തകളൊന്നും നമ്മളെ അറിയിക്കാറില്ല. വല്ലപ്പോഴൊക്കെയാണ് നമ്മൾ അറിയിക്കാറുള്ളത്. സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് പലതും ഇപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ മരുന്നുകളുടെ സൈഡ് എഫക്ട്സ്, രോഗം വന്നിട്ട് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ രോഗത്തിന് വേണ്ടി കഴിക്കുന്ന മരുന്നിന്റെ സൈഡ് എഫക്ട്സ് കൊണ്ട് മരിക്കുന്നു എന്നുള്ള ഭീതിജനകമായ വാർത്തകളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഇത്തരം കാര്യങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഈ ഒരു കാലഘട്ടത്തിലാണ് നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, മായരഹിതമായ ഉൽപ്പന്നങ്ങൾ, വിഷരഹിതമായ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലാബിൽ പോലും ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്താവുന്ന നല്ല ഉൽപ്പന്നങ്ങളുമായി ഡയറക്ട് സെല്ലിങ്ങിൽ മോദി കെയർ എന്ന് പറയുന്ന കമ്പനി പ്രവർത്തിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ്. നാം സാധാരണ കേൾക്കാറുണ്ട്, താൻ പാതി ദൈവം പാതി, അല്ലെ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നത് എന്താണ്? പരമാവധി മായമില്ലാത്ത നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്. നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ, അതിപ്പോ മോദി കെയർ ആയാലും മറ്റ് ലീഡ് ചെയ്യുന്ന കമ്പനികളായാലും പോലും നിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് അവർ നമുക്ക് വേണ്ടി തരാറുള്ളത്. എന്താണ് കാരണം? കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗിൽ അല്ലെങ്കിൽ മോദി കെയറിൽ നമുക്കറിയാം അഡ്വർടൈസ്മെന്റ് ഇല്ല, പരസ്യങ്ങളുടെ മായാലോകമില്ല. പരസ്യം നിയമാനുസൃതമായ നുണ പ്രചരണമാണെന്നാണ് പറയുന്നത്. പരസ്യത്തിലൂടെ നമ്മുടെ മുൻപിൽ വരുന്ന താരങ്ങളൊന്നും തന്നെ ആ ഉൽപ്പന്നം ഉപയോഗിക്കാറില്ല എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, അല്ലെ? എന്റെ ഉന്മേഷത്തിന്റെ രഹസ്യം കണ്ണൻ ദേവൻ എന്ന് മോഹൻലാൽ പറയുമ്പോൾ മോഹൻലാൽ ചായ കുടിച്ചിട്ടാണോ അത് പറയുന്നത്? കുറച്ച് നാളുകൾക്ക് മുമ്പ് കുട്ടികളുമായിട്ട് നടന്ന ഇന്റർവ്യൂവിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ചായയും കാപ്പിയും കഴിക്കാറില്ല എന്ന്. പക്ഷെ അതേ മോഹൻലാലാണ് നമ്മളോട് പറയുന്നത് എന്ത്? എന്റെ ഉന്മേഷത്തിന്റെ രഹസ്യം കണ്ണൻ ദേവൻ. ഇപ്പോൾ അത് മാറ്റി അദ്ദേഹം പറയുന്നത് എന്താണ്? ഉയരം കൂടുന്തോറും തേയിലയുടെ രുചി കൂടും എന്നാണെന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹം ടിവിയുടെ മുമ്പിൽ ഇരിക്കാറില്ല, അല്ലെ? എന്റെ മേനഴകിന്റെ രഹസ്യം ലെക്സ് എന്ന് സിനിമാ താരങ്ങൾ പറയുമ്പോൾ ഈ സിനിമാ താരങ്ങൾ ലെക്സ് ഉപയോഗിച്ചായിരിക്കും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പരസ്യം എന്ന് പറയുന്ന നിയമാനുസൃതമായ നുണപ്രചരണമാണെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. എങ്കിലും പോലും പരസ്യമില്ലാത്ത ഉൽപ്പന്നം ഉപയോഗിക്കാൻ പൊതുവെ ജനങ്ങൾക്ക് മടിയാണ്. പക്ഷെ ഈ പരസ്യത്തിന് വേണ്ടി ചെലവിടുന്ന പണം നമ്മുടെ പോക്കറ്റിൽ നിന്നാണെന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോഴാണ് എത്രയും പെട്ടെന്ന് ഒരു ഡയറക്ട് സെല്ലിങ്ങിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യകത, അല്ലെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഉൽപ്പന്നങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ മോദി കെയർ പോലെയുള്ള കമ്പനികൾ ജനങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ. കാരണം എന്താണ്? ഒരിക്കൽ ഉപയോഗിച്ച ഉൽപ്പന്നം വീണ്ടും ആ ഉൽപ്പന്നം വീണ്ടും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കുന്ന പണത്തിന് മൂല്യം തരുന്ന ഉൽപ്പന്നങ്ങളാണെങ്കിൽ മാത്രമല്ലേ അവർ വീണ്ടും വീണ്ടും ഉപയോഗിക്കൂ. ശരിയല്ലേ?
കഴിഞ്ഞ 28-29 വർഷമായിട്ട് യാതൊരു പരസ്യമില്ലാതെ മോദി കെയർ കമ്പനി വളരെ ശക്തമായിട്ട് മുന്നേറുന്നതിന്റെ ആ രഹസ്യം തന്നെ എന്താണ്? എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. രഹസ്യം തന്നെ ആ ഉൽപ്പന്നങ്ങളിലെ ഗുണമേന്മയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ തന്നെയല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് അഡ്വൈസേഴ്സ്? ഹലോ, ആണോ? അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ. ഓക്കെ. കാരണം മോദി കെയറിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് മറ്റു ഉൽപ്പന്നങ്ങളിലേക്ക് പോകുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. കാരണം നമ്മൾ അതില് അല്ലെ ആ ഉൽപ്പന്നങ്ങളുടെ ഫാൻ ആയി അല്ലെ ആരാധികമാരായി മാറും എന്നുള്ളൊരു സത്യമാണ്. ശരിയല്ലേ? അപ്പോൾ ഈ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾക്ക്, ഈ കുഴഞ്ഞു വീണ മരണങ്ങൾക്കും അകാല വാർദ്ധക്യത്തിനും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന പണം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനൊക്കെ ഒരു പരിധിവരെ തടയിടുന്നതിന് മോദി കെയർ പോലെയുള്ള കമ്പനികൾ, മോദി കെയർ പോലെയുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ നമ്മളെ സഹായിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞു, മരുന്നുകളുടെ കാര്യം പറഞ്ഞു. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ രോഗം വരാതെ നോക്കുന്നതാണ് അല്ലെ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരീരത്തിന് വേണ്ട എല്ലാ അവശ്യ വസ്തുക്കളും അല്ലെങ്കിൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകങ്ങൾ ശരീരത്തിന് കിട്ടാതെ വരുമ്പോൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് രോഗങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോൾ നമ്മൾ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രീഷൻ അടങ്ങിയ പോഷകടങ്ങിയ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധിവരെ ഹോസ്പിറ്റലുകളിലേക്ക് പോകേണ്ടി വരില്ല. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഹോസ്പിറ്റൽ ബിസിനസ് അല്ലെ, ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി എന്നൊരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പോൾസൺ പിൽസർ എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓതറുണ്ട്. അദ്ദേഹം ഫിനാൻഷ്യൽ അഡ്വൈസർ ആണ് പല അമേരിക്കൻ പ്രസിഡന്റ്മാരുടെയും. അദ്ദേഹം പറയുന്നത് സാധാരണ ഹോസ്പിറ്റൽ മേഖലയൊക്കെ നമ്മൾ പറയാറുള്ളത് എന്താണ്? ഹെൽത്ത് ഇൻഡസ്ട്രി എന്നാണ് പറയാറുള്ളത് അല്ലെ? ഹെൽത്ത് ഇൻഡസ്ട്രി എന്നാണ് പറയാറുള്ളത്, ശരിയല്ലേ? പക്ഷെ പോൾസൺ പിൽസർ പറയുന്നത്, അദ്ദേഹം പറയുന്നത് ആ വാക്ക് പോലും തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണെന്നോ. കാരണം എന്താണ്? ഹോസ്പിറ്റലുകൾ ഡീൽ ചെയ്യുന്നത് എന്താണ്? അവിടെ ഡീൽ ചെയ്യുന്ന അസുഖങ്ങളാണ് അല്ലെ? ഒരാൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന എപ്പോഴാണ്? രോഗം വരുമ്പോഴാണ്, അദ്ദേഹം സിക്കാവുമ്പോഴാണ്. അപ്പൊ ആ പേര് പോലും തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹെൽത്ത് ഇൻഡസ്ട്രി എന്നുള്ള പേര് പോലും തെറ്റാണ്. അദ്ദേഹം സിക്നെസ് ഇൻഡസ്ട്രി എന്നാണ് വിളിക്കുന്നത്. അതായത് രോഗങ്ങളെയാണ് ചികിത്സിക്കുന്നത്. ഒരിക്കലും ഇഷ്ടത്തോടു കൂടിയല്ല ഒരാൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അല്ലെ? ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, സ്കാൻ ചെയ്യുന്നു, എക്സ്റേ എടുക്കുന്നു, മരുന്ന് വാങ്ങിക്കഴിക്കുന്നു, ഡോക്ടറെ കാണുന്നു, ചെലവാണ്. ഒട്ടും ഇഷ്ടത്തോടെയല്ല നമ്മളെല്ലാവരും പോകുന്നു. ഇഷ്ടത്തോടു കൂടി ഡോക്ടറെ കാണാൻ സന്തോഷത്തോടു കൂടി പോകുന്ന എത്ര പേരുണ്ട് ഈ പ്രോഗ്രാമിൽ? ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നത്, ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എത്ര പേർക്ക് പറയാൻ പറ്റും അല്ലെ? എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പണം അല്ലെ മറിയുന്ന, നമ്മൾ കഷ്ടപ്പെടുണ്ടാകുന്ന പണം പോകുന്ന മേഖലയായിട്ട് ഈ ഒരു ഹോസ്പിറ്റൽ ബിസിനസ് മാറിക്കഴിഞ്ഞു. അപ്പോൾ നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വഴിയായിട്ട്, പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന വഴിയായിട്ട് ഈ വക പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട് അല്ലെ? മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ പരമാവധി ഉപയോഗിക്കുക. ഭക്ഷണത്തിലൂടെ കിട്ടാത്ത പോഷകങ്ങൾ സപ്ലിമെന്റ്സ് വഴിയായിട്ട് കൊടുത്ത് ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുക. ഇത് രണ്ടും നമുക്ക് മോദി കെയറിലൂടെ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? മോദി കെയർ ഇറക്കിയിരിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും മോദി കെയറിന്റെ മാത്രം വാങ്ങുക. ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് മാത്രം മറ്റു കടകളെ ആശ്രയിക്കുക അല്ലെ? മറ്റു ഷോപ്പുകളെ ആശ്രയിക്കുക. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ മോദി കെയറിൽ പ്രവർത്തിക്കുമ്പോൾ, ആദ്യകാല ലീഡേഴ്സ് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സമീർജി ആരാധന MD പറയാറുണ്ട്, പിൻ ടു പ്ലെയിൻ. അതായത് നമ്മളുടെ ഡ്രസ്സിൽ ഉപയോഗിക്കുന്ന പിൻ മുതൽ ആകാശത്ത് പറക്കുന്ന ഫ്ലൈറ്റ് വരെ തരാൻ തയ്യാറാണ് മോദി കെയർ എന്ന് അദ്ദേഹം തമാശ രൂപത്തിൽ പറയുമായിരുന്നെങ്കിലും ഇന്ന് നമുക്കറിയാം ധാരാളം ഉൽപ്പന്നങ്ങളാണ് മോദി കെയറിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ എന്നെ പരിചയപ്പെടുത്തിയ പേര് ജോളി സേവ്യർ എന്നാണ്. ഞാൻ കഴിഞ്ഞ ഏതാണ്ട് 25 വർഷത്തിലേറെയായിട്ട് മോദി കെയറിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള ലീഡേഴ്സ് മോദി കെയറിൽ വരുന്ന സമയത്ത് വളരെ കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടൂത്ത് പേസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല, ബോഡി സ്പ്രേ പോലും ഉണ്ടായിരുന്നില്ല. ടൂത്ത് പേസ്റ്റും ബോഡി സ്പ്രേ ഒക്കെ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത സമയത്ത് ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. ഇന്നിപ്പോ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, മോദി കെയറിൽ ഇന്ന് എന്തെല്ലാം ഉണ്ട്? നമുക്ക് അഗർബത്തി ഉണ്ടല്ലേ, അഗർബത്തി അഥവാ ചന്ദനത്തിരി ഉണ്ട്. മോദി കെയറിൽ നിന്ന് അച്ചാറുണ്ട് അല്ലെ? മോദി കെയറിൽ നിന്ന് കായമുണ്ട്. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇത്തരം ഉൽപ്പന്നങ്ങൾ മോദി കെയറിൽ കിട്ടുന്നുള്ളൂ. പിന്നെയും ധാരാളം ഉൽപ്പന്നങ്ങൾ
കമ്പനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. താമസിയാതെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും മോദി കെയർ ലഭിക്കുന്ന ഒരു കാലം വിദൂരമല്ല. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളിലേക്ക് മാറുന്നത് വഴിയായിട്ട് നമ്മൾ ആരോഗ്യം നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. മ്യൂട്ട് അല്ലാത്ത ആൾക്കാർ ദയവ് ചെയ്ത് മ്യൂട്ട് ചെയ്ത് വെക്കുക. ഒരു ഇന്ററാക്ഷന് വേണ്ടിയാണ് ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നത്. അപ്പൊ ഇവിടെ പുതിയ ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നു. നമ്മളെല്ലാവരും മോദി കെയർ ബിസിനസ്സിൽ വന്നാലും വന്നില്ല എങ്കിൽ നമ്മളെല്ലാവരും ആരാണ്? നമ്മളെല്ലാവരും തന്നെ ഉപഭോക്താക്കളാണ്. നമ്മളെല്ലാവരും കസ്റ്റമേഴ്സ് ആണ്. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നു. ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് വഴിയായിട്ട് നമ്മൾ കൊടുക്കുന്ന തുകയ്ക്ക് മൂല്യത്തിനുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കാറില്ല. 100 രൂപയ്ക്ക് 60 രൂപ നഷ്ടപ്പെടുന്നു. 60 രൂപ പോകുന്നത് റീറ്റെയിലർ, ഹോൾസെയിലർ, ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റോക്സിസ്റ്റ് അങ്ങനെ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കുമാണ്. 100 രൂപയ്ക്ക് 60 രൂപ നഷ്ടപ്പെടുമ്പോൾ 1000-ന് 600 നഷ്ടപ്പെടുന്നു. 10,000-ന് 6,000 നഷ്ടപ്പെടുന്നു. 1,00,000 രൂപ ഉൽപ്പന്നങ്ങൾ പലതവണ വാങ്ങിച്ചിട്ടുണ്ട്. 60,000 രൂപയും ചെന്ന് ചേർന്നിരുന്നത് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത പരസ്യക്കാരുടെയും ഇടനിലക്കാരുടെയും പോക്കറ്റിലേക്കായിരുന്നു. പക്ഷെ അതേസമയം അതിന് പരിഹാരമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഉണ്ട്. ഡയറക്ട് സെല്ലിംഗ് ഉൽപ്പന്നങ്ങൾക്ക് മോദി കെയർ ഉൽപ്പന്നങ്ങൾ പരസ്യങ്ങളില്ല. ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരെ ഒഴിവാക്കിയിട്ട് നമുക്ക് നേരിട്ട് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാം. ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന, വിതരണം ചെയ്യുന്ന ഉപഭോക്താവിന് നല്ല ഉൽപ്പന്നങ്ങൾ പകുതിയിൽ താഴെ വിലയ്ക്ക് ഉപയോഗിക്കാം എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് സൗജന്യമായിട്ട് ഒരു ബിസിനസ് ഓണർ ആകാനുള്ള ഒരു അവസരം കൂടി, ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടുന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അല്ലെ, മറ്റ് മേഖലകളിൽ നമ്മൾ വെറും പണം നഷ്ടപ്പെടുത്തുന്ന ഒരു ഉപഭോക്താവ് മാത്രമാണെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോകുന്ന പണം തിരിച്ചു പിടിക്കാമെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു ബിസിനസ് ഓണറായി മാറാൻ, വർക്ക് ഫ്രം ഹോം എന്നോ ബിസിനസ് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ ഒരു ബിസിനസ് ഓണർ ആകാൻ, ചുരുക്കി പറഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം ഉൽപ്പന്നങ്ങൾ വിതരണാവകാശം കൂടി സൗജന്യമായി ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അല്ലെ മോദി കെയറിനോടുള്ള അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനോടുള്ള ഇഷ്ടം നമുക്ക് എല്ലാവർക്കും കൂടുന്നത്. ശരിയാണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മോദി കെയർ ബിസിനസ്സിൽ 2 രീതിയിൽ പ്രവർത്തിക്കാം. കസ്റ്റമറായിട്ട് വരാം, നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യം മെച്ചപ്പെടുത്താം, ഹോസ്പിറ്റലിലേക്കുള്ള പ്രയാണം ഒഴിവാക്കാം. അങ്ങനെ കസ്റ്റമറായിട്ട് വേണമെങ്കിൽ വരാം. അപ്പൊ അതേസമയം ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ഉൽപ്പന്നം ഷെയർ ചെയ്തുകൊണ്ട് തന്നെ, ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രീ ആയിട്ടുള്ള, റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓണറായിട്ട് നമുക്ക് മാറാം. മോദി കെയറിനെ പറ്റി ലാസർ സാർ പറഞ്ഞു. 1933 മുതൽ ഉള്ള കമ്പനിയാണ്. 1933 മോഡലാണ് നമ്മുടെ കമ്പനി. 1933 മോഡലുള്ള ഒരു വ്യക്തി പോലും ഈ പ്രോഗ്രാമിൽ ഇല്ല എന്ന് വിചാരിക്കുന്നു. ശരിയല്ലേ? ഞാൻ 1968 മോഡലാണ്. അപ്പൊ നമ്മൾ ജനിക്കുന്നതിന് മുൻപേ ഇവിടെയുള്ള കമ്പനിയുടെ ഒരു ഭാഗമാണ് മോദി കെയർ. നിരവധിയായ റെക്കോർഡുകളാണ് മോദി കെയറിന്റെ ചരിത്രത്തിലുള്ളത്. നേരത്തെ ലാസർ സാർ പറഞ്ഞായിരുന്നു ഏറ്റവും കൂടുതൽ അഡ്വൈസേഴ്സിന്, കൺസൾട്ടൻസിന് വിദേശയാത്രയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി അത് മോദി കെയറാണ്. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആയിരക്കണക്കിന് വ്യക്തികളാണ് തായ്ലൻഡ് എന്ന് പറഞ്ഞ രാജ്യം ഫാമിലിയായിട്ട് സന്ദർശിച്ചത്. ആ സന്ദർശനം നടത്തിയ പല ലീഡേഴ്സും ഈ പ്രോഗ്രാമിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാണോ? 10,000-കണക്കിന് വ്യക്തികൾ മോദി കെയറോട് ലക്ഷറി കാറുകളിൽ സഞ്ചരിക്കുന്നു, ലക്ഷറി വീടുകൾ നിർമ്മിച്ചു. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ എല്ലാ രീതിയിലും നമ്മുടെ സെലക്ഷൻ വളരെ നല്ലതാണ്. അതായത് ബിൽ ഗേറ്റ്സിനോട് ഒരിക്കലും അദ്ദേഹത്തിന് വിജയരഹസ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ ആളുകളോടൊപ്പം ചേർന്നപ്പോഴാണ് ഞാൻ വിജയിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മളായിരിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. മോദി കെയർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 12 തരത്തിലുള്ള വ്യത്യസ്തമായ വരുമാനങ്ങൾ നൽകുമെന്ന് പറഞ്ഞു. ഇനിയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തത് ഏതെല്ലാം രീതിയിലാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ മോദി കെയർ ബിസിനസ്സിൽ നമ്മളെല്ലാവരും ആയി മാറേണ്ടത് എന്താണ്? ആയി മാറേണ്ടത് ഒരു ലീഡർഷിപ്പിലേക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊരു നേതാവായിട്ട് മാറണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നത്? ഹലോ, അങ്ങനെ തന്നെയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നല്ലൊരു ലീഡർഷിപ്പിലേക്ക് എത്തുന്നതിന് വേണ്ടിയായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഞാൻ ഒരു പ്രസന്റേഷൻ സഹായത്തോടുകൂടി കാണിക്കാം. ഈ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പോ ഒരു നല്ലൊരു ലീഡർ ആകാൻ, നല്ലൊരു നേതാവാകാനായിട്ട് നമുക്ക് വേണ്ട യോഗ്യതകൾ എന്താണ്?
പലപ്പോഴും പുറമെ പലരും പറയാറുള്ള അല്ലെങ്കിൽ നമ്മളോടൊപ്പമുള്ള പ്രവർത്തകർ പറയാറുള്ള ഒരു കാര്യമാണ്, മോദിക്ക് വരുമാനം കിട്ടുന്നത് ആർക്കാണെന്നാണ്, ലീഡേഴ്സിനാണ് വരുമാനം കിട്ടുന്നതെന്ന് പൊതുവെ പറയാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ലീഡേഴ്സ് പറയുന്ന പോലെ നമ്മൾ ഒരു ലീഡറായിട്ട് മാറിയാൽ മതി അല്ലെ. നമ്മളൊരു നേതാവായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരുപക്ഷെ ഇന്നത്തെ ലീഡർമാരെക്കാൾ കൂടുതൽ പൊസിഷൻ വരുമാനം കിട്ടാവുന്ന ഒരു പ്ലാനാണ് നമ്മുടേത് അല്ലെ. അപ്പോൾ ഒരു നേതാവ് എത്തരത്തിലായിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ഫോളോ ചെയ്യണം? ഇവിടെ പറയുന്നത് ഒന്ന്, നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കണം. എങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം എന്നുള്ള വ്യക്തമായ ഒരു ലക്ഷ്യം ഉള്ള ഒരാളായിരിക്കണം ഒരു ശരിയായ നേതാവ്, ശരിയായ ലീഡർ. അതേമാതിരി എടുത്ത തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ ആദ്യകാലങ്ങളിൽ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ തുടക്ക സമയത്തിൽ ഉണ്ടാവുന്ന പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്യാൻ ഒരു സ്ട്രോങ് മൈൻഡുള്ള ഒരാളായിരിക്കണം ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു നേതാവ്. അങ്ങനെ തന്നെ ആയിരിക്കണ്ടേ. അതേമാതിരി പഠിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ള ഒരാളായിരിക്കണം. പറഞ്ഞു കൊടുക്കാൻ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ആദ്യം ചെയ്യേണ്ടി വരും? തീർച്ചയായിട്ടും നമ്മൾ ട്രെയിനിങ്ങുകളിൽ പങ്കെടുത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചും ബിസിനസ് പ്ലാനിനെ കുറിച്ചും വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് സാധിക്കൂ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നിരവധി പ്രോഗ്രാമുകളിൽ ഒരു ഫോളോവർ ആയിട്ട് അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുന്ന വ്യക്തിയായിട്ട് ഇരുന്ന ഒരാളാണ് ഞാനും. പക്ഷെ മോദി കെയർ തന്ന ട്രെയിനിങ്ങുകളിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ എടുക്കാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തരാൻ എനിക്ക് സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കണം, പഠിപ്പിക്കണം. അതേമാതിരി മോദി കെയറിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ലീഡേഴ്സിന്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാവരും വളരെ ഇൻസ്പയർഡ് ആയിരിക്കും അല്ലെ, വളരെ മോട്ടിവേറ്റഡ് ആയിക്കുള്ളൂ. വളരെ ഉത്സാഹം നിറഞ്ഞ രീതിയിലുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളും അല്ലെ, ബോഡി ലാംഗ്വേജ് എല്ലാം വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആളുകൾ. നെഗറ്റീവ് ആയിട്ടുള്ള ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള സക്സസ്ഫുൾ ലീഡേഴ്സിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഷാജു സാറിനെ എടുത്തു കഴിഞ്ഞാലും, സുനിൽ സാറിനെ എടുത്തു കഴിഞ്ഞാലും, ജസ്റ്റിൻ സാറിനെ എടുത്തു കഴിഞ്ഞാലും, നമ്മുടെ ജെസ്സി മാഡത്തിനെ എടുത്തു കഴിഞ്ഞാലും, ആരെ നോക്കി കഴിഞ്ഞാൽ അവരെല്ലാവരും സദാസമയവും വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ഇൻസ്പയർഡ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെ നിൽക്കുന്ന ആ ഒരു കാഴ്ച അല്ലാതെ ഡീമോട്ടിവേറ്റഡ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹലോ, കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളും അത്തരത്തിലുള്ള ഒരു നേതാവായി മാറണം അല്ലെ. എപ്പോഴും വളരെ പ്രസന്നവദനയായി എല്ലാവരെയും എൻകറേജ് ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിലേക്ക് നമുക്ക് എല്ലാവർക്കും മാറാൻ സാധിക്കണം. നമ്മളൊരു ഗ്രൂപ്പിനെ നയിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, മറ്റുള്ള ഇൻസ്പയർ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് നമുക്ക് എല്ലാവർക്കും വേണം അല്ലെ. ഒരു വേദി കൈകാര്യം ചെയ്യാൻ അല്ലെ, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കാൻ, നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ നല്ല വാക്കുകളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. അതിന് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ സൂം പ്ലാറ്റ്ഫോം അല്ലെ. കാരണം വീട്ടിലിരുന്നു കൊണ്ട് പോലും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഇതിനുശേഷം നമ്മൾ ലീഡേഴ്സ് നടന്ന ലീഡർഷിപ്പ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത് നമ്മൾ സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സാധാരണ മറ്റ് സ്ഥലങ്ങളിലേക്ക് പണം കൊടുത്ത് വാങ്ങിക്കുന്ന ഇത്തരത്തിലുള്ള സ്കില്ലുകൾ നമുക്ക് സൗജന്യമായിട്ട് മോദി കെയറിൽ ലഭിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. നിങ്ങൾ എല്ലാവരും അതിനോട് യോജിക്കുന്നുണ്ടോ ലീഡേഴ്സ്? ഹലോ, യോജിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് വലിയൊരു വിഷൻ വേണം അല്ലെ, നമുക്കൊരു വ്യക്തമായ ഒരു ലക്ഷ്യം വേണം. നമ്മുടേതായിട്ടൊരു സിഗ്നേച്ചർ ഇവിടെ ഇട്ടിട്ട് പോകണം അല്ലെ. നമ്മുടെ ലൈഫ് കൊണ്ട് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി പ്രയോജനം വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇവിടെ വലിയ വലിയ വിജയങ്ങൾ നേടാറുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് നമുക്ക് വലിയ 2 ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം, വലിയ 2 സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഒന്ന്, എല്ലാവർക്കും ആരോഗ്യം അല്ലെ. സമീർ മോദി സാറിന്റെ ലക്ഷ്യം എന്നാണ് അല്ലെ, ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക. മോദി കെയറിന്റെ മായരഹിതമായ ഉൽപ്പന്നങ്ങളിലൂടെ, സപ്ലിമെന്റ്സിലൂടെ വളരെ ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള ആളുകൾ അല്ലെ, എല്ലാവർക്കും ആരോഗ്യം. അതുകൂടാതെ സാമ്പത്തികമില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങളുടെ കഴിവുകൾ അടിയറ വെച്ച് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്കായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വന്തം സ്വപ്നങ്ങൾക്കായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം, എല്ലാവർക്കും അവസരം. ഈ 2 വിഷൻ വളരെ നല്ലതല്ലേ. ഈ ഇത്തരം വിഷൻ ഉള്ള ഒരു കമ്പനിയോടൊപ്പം ലീഡേഴ്സിനോടൊപ്പം പ്രവർത്തിക്കാൻ നമുക്ക് അഭിമാനം തോന്നുന്നില്ല ലീഡേഴ്സ്? ഹലോ, തോന്നുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാധാരണ ഒരു ജോബിൽ നിന്നും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഫഷണൽ
പ്രൊഫഷണലിലേക്ക് മാറുമ്പോൾ എന്തെല്ലാമാണ് സംഭവിക്കുന്നതെന്ന് നമുക്കിവിടെ നോക്കാം. സാധിക്കുന്ന ആൾക്കാരൊക്കെ ഇതൊരു സ്ക്രീൻഷോട്ട് എടുക്കുക, എഴുതി വയ്ക്കുക. കാരണം നിങ്ങളുടെ പ്രസന്റേഷൻസിൽ, നിങ്ങളുടെ പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ ഞാൻ നോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രസന്റേഷൻ തയ്യാറാക്കി അവതരിപ്പിക്കാൻ എനിക്ക് കഴിയുന്നത്. സാധാരണ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു വൺ മാൻ ഷോയാണ് അല്ലെ. അദ്ദേഹം ഒറ്റയ്ക്ക് അധ്വാനിക്കുന്നു, ഒറ്റയ്ക്ക് വരുമാനം ഉണ്ടാക്കുന്നു. എന്തെങ്കിലും കാരണവശാല് വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ, പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നു, വരുമാനം പൂർണ്ണമായും ഇല്ലാതാവുന്നു അല്ലെ. അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ജോലി ചെയ്ത് 100 രൂപ ഉണ്ടാക്കുന്നു, നാളെ ഞാൻ ജോലിക്ക് പോയാൽ എനിക്ക് 100 രൂപ ലഭിക്കും. നാളെ ഞാൻ ജോലിക്ക് പോയില്ല എങ്കിലും 100 രൂപ ലഭിക്കില്ല. കാരണം ആ 100 രൂപ ഞാൻ തനിയെ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ കോൺസെപ്റ്റ് ഇതൊരു ടീം വർക്കാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ കമ്പനി നമുക്ക് തരുന്ന അവകാശം, മോദി കെയർ ഇപ്പോൾ ഇറക്കിയിട്ടുള്ളതും ഇറക്കാൻ പോകുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വാങ്ങി വിതരണം ചെയ്യാം. കമ്പനിയുടെ സക്സസ് സെന്റേഴ്സിന്റെയും ലൈഫ് സ്റ്റൈൽ സെന്റേഴ്സിന്റെയും DP-കളുടെയും ഓൺലൈൻ സഹായത്തോടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാം. അതിനോടൊപ്പം നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ മറ്റ് പാർട്ട്നേഴ്സിനെ വെച്ചുകൊണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വെച്ചുകൊണ്ട് നമ്മൾ ബിസിനസ് നമുക്ക് വർദ്ധിപ്പിക്കുന്നതിനും കഴിയുന്നുണ്ട്. അത്തരത്തില് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്കിൽ വരുന്ന ഓരോ വ്യക്തികളും ചെയ്യുന്ന ബിസിനസ് നമ്മുടേതായിട്ട് മാറുന്നു. ഇവിടെ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ മാത്രം 100%-യല്ല, 100 പേരുടെ ഓരോ ശതമാനത്തെയാണ്. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നേരത്തെ ഞാൻ പറഞ്ഞു 100 രൂപ തനിച്ചുണ്ടാക്കുന്നു, നാളെ ജോലിക്ക് പോയില്ല എങ്കിൽ 100 രൂപ ഇല്ല. കാരണം ആ 100 രൂപ നമ്മൾ തനിച്ചുണ്ടാക്കുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് 100 പേരിൽ നിന്നും ഓരോ രൂപ വെച്ചാണ് കിട്ടുന്നതെങ്കിൽ, നാളെ ഞാൻ ജോലിക്ക് പോയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? എന്റെ 1 രൂപ മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. ബാക്കി 99 രൂപയ്ക്കും 99 രൂപയും എനിക്ക് ലഭിക്കുന്നു, നമുക്ക് ലഭിക്കുന്നു. ഏതാണ് സേഫ്? തീർച്ചയായും ടീം വർക്കാണ് അല്ലെ. അതേമാതിരി രണ്ടാമത്തെ പോയിന്റ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. മാർക്കറ്റിലെ കെമിക്കൽ നിറഞ്ഞ ഉൽപ്പന്നങ്ങളിൽ നിന്ന് മാറി ഓർഗാനിക് ഉൽപ്പന്നങ്ങളിലേക്ക് മാറാൻ സാധിക്കുന്നു. ആരോഗ്യം നമുക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കും, ദീർഘായുസ് ലഭിക്കുന്നു അല്ലെ. അതുകൂടാതെ സാധാരണ ജോലി നമ്മൾ നേരത്തെ പറഞ്ഞു വെറും ആക്റ്റീവ് ഇൻകം, പ്രവർത്തിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഇൻകം ആണെങ്കിൽ ആക്റ്റീവ് ഇൻകം എങ്കിൽ, ഇവിടെ നമുക്കൊരു പാസീവ് ഇൻകത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു. പ്രവർത്തിക്കുമ്പോൾ മാത്രമല്ല, പ്രവർത്തിക്കാതിരിക്കുമ്പോൾ. ചുരുക്കി പറഞ്ഞാൽ മോദി കെയർ ബിസിനസ്സിൽ നമ്മൾ ഒറ്റയ്ക്ക് വരുന്നു. നമ്മുടെ കമ്പനിയുടെയും സീനിയേഴ്സിന്റെ സഹായത്തോടുകൂടി നമ്മൾ മോദി കെയർ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യുന്നു, കൺസ്യൂമർ ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യുന്നു. കുറെ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാല് പ്രവർത്തിക്കാൻ പറ്റാതെ വന്നാൽ, നമ്മൾ വർക്ക് നിർത്തിയാൽ പോലും നമ്മൾ വഴി ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും വരുന്ന ഓരോ വ്യക്തികളും അവരുടെ വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ, കമ്പനി പുതിയ ഉൽപ്പന്നങ്ങൾ ഇറക്കുമ്പോൾ, നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം വന്ന വ്യക്തി പിന്നീട് പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് സ്ഥിരമായിട്ട് വരുന്ന ആ മഹത്തായ വരുമാനത്തെയാണ് മോദി കെയറിന്റെ റോയൽറ്റി ഇൻകം അല്ലെങ്കിൽ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അത് അനുഭവിക്കുന്ന നിരവധി ലീഡേഴ്സിന് ഇന്ന് മോദി കെയറിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. മ്യൂട്ട് അല്ലാത്ത ആൾക്കാരെ ദയവ് അൺമ്യൂട്ട് ചെയ്യാം, മ്യൂട്ട് ചെയ്യാം. ഓക്കെ. അതുകൂടാതെ സാധാരണ മറ്റു മേഖലകളിൽ നമ്മൾ സമയത്തെ ചെലവിട്ട് നമ്മൾ വരുമാനം ഉണ്ടാക്കുമ്പോൾ, മോദി കെയറിലൂടെ നമ്മൾ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ കൂടെ വരുന്ന ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് സമയം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ മറ്റു മേഖലകളിൽ നമ്മൾ ആരായിരിക്കും? നമ്മളൊരു ഫോളോവർ ആണ്, ഒരു അനുയായി ആണെങ്കിൽ മോദി കെയർ വന്നു കഴിയുമ്പോൾ നമ്മൾ ആരായിട്ട് മാറുന്നു? നമ്മൾ 100 ആയിരക്കണക്കിന് ആളുകൾ ലീഡ് ചെയ്യുന്ന ഒരു ലീഡറായിട്ട് മാറുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ പ്രോഗ്രാമുകൾ എല്ലാവരും, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ? ഓക്കെ. അടുത്തത്, സാധാരണ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ ഫാമിലിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ, ഇവിടെ അതല്ല. നമുക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അതേപോലെ ഫൈനൽ പോയിന്റ് എന്താണ്? ഭൂരിഭാഗം വരുന്ന ആൾക്കാരും അല്ലെ, സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാതെ, കഴിവുകൾ തിരിച്ചറിയാതെ ഇൻട്രോവേർട്ടായിട്ട് ജീവിക്കുന്ന സാഹചര്യത്തില് അത് മോദി കെയറിലേക്ക് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നു, അദ്ദേഹത്തിന് കഴിവുകൾ ഡെവലപ്പ് ചെയ്യുന്നു. അതിന് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഇൻട്രോവേർട്ട് എന്നുള്ള ക്യാരക്ടറിൽ നിന്ന് എന്തായിട്ട് മാറുന്നു? അദ്ദേഹം ഒരു ടീം പ്ലെയർ ആയിട്ട് മാറുന്നു, ഒരു പബ്ലിക് സ്പീക്കർ ആയിട്ട് മാറുന്നു. ഇത് മോദി കെയർ ബിസിനസിന്റെ കൂടെ സാമ്പത്തികത്തിന് പുറമെ കിട്ടുന്ന നേട്ടങ്ങളാണെങ്കിൽ, ഇതൊരു
മികച്ച അവസരം ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോദിക്കർ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കുന്ന നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, 100% സെൽഫ് യൂസിങ് ചെയ്യുക. ഉൽപ്പന്നങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ തന്നെ ഉപയോഗിക്കുക. രണ്ടാമതാണ്, മാക്സിമം ആളുകൾക്ക് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം ഉൽപ്പന്നങ്ങൾ സെല്ല് ചെയ്യുക. ഓൺലൈനായോ ഓഫ്ലൈനായോ നമുക്ക് ചെയ്യാം. അപ്പൊ അതിനോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന മറ്റു കാര്യം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ, കൺസൾട്ടൻസിന് അറിയാവുന്ന പോലെ, നമുക്ക് റീപർച്ചേസ് പ്രോഗ്രാം എന്ന് പറയുന്ന മനോഹരമായ ഒരു ഓഫർ ഉണ്ട്. നേരത്തെ ലാസ്റ്റ് സാർ പറഞ്ഞായിരുന്നു, ഗിഫ്റ്റ് ആയിട്ട് ഉൽപ്പന്നങ്ങൾ തരുന്നുണ്ട്. ഓരോ മാസവും 15-ാം തീയതിക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ 1000, 2000, 3000, 5000 ഈ 4 സ്ലാബുകളിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ഏതാണ്ട് 10% വരെ സൗജന്യ ഉൽപ്പന്നങ്ങൾ. ഈ ഓഫർ പരമാവധി ഉപയോഗിക്കുകയും പരമാവധി പ്രൊമോട്ട് ചെയ്യുകയും ഈ ഒരു ആനുകൂല്യം പരമാവധി നമ്മുടെ ടീമേറ്റ്സ് ലഭിക്കുന്ന രീതിയിൽ അവരെ ഇൻഫോം ചെയ്യുക, അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ അതുകൂടാതെ അടുത്തെന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഈ ഒരു ഓൺലൈൻ പ്രോഗ്രാം നടക്കുന്നുണ്ട് അല്ലെ? ഇതുകൂടെ ഒരുപാട് ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ കേരളത്തിന്റെ എന്നല്ല ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അവിടെ എല്ലാം നമുക്ക് ഗസ്റ്റുകളെ പങ്കെടുപ്പിക്കാം. അപ്പൊ ഓരോ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ആ പ്രോഗ്രാമിലേക്ക് നമ്മുടെ ടീം അംഗങ്ങളെ വിളിച്ചു വരുത്തുക അല്ലെങ്കിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഒരു സക്സസ്ഫുൾ ലീഡർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണെങ്കിൽ, എനിക്കിപ്പോ ഈ പ്രോഗ്രാമിലുള്ള ആളുകളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ അത് വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ടോ? ഓരോ പ്രോഗ്രാമുകളിലേക്ക് നിങ്ങൾ പുതിയ ആളുകളെയും നിങ്ങൾ ടീം മെമ്പേഴ്സിനെയും ക്ഷണിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത് ശരിയായിട്ട് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഇനിയുള്ള പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അത് ചെയ്ത് അവരെ കൂടി ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്ന രീതിയിലേക്ക് അവർ ലൈഫിൽ ഒരു മാറ്റം വരുന്ന രീതിയിലേക്ക് അവരെ മാറ്റുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്റർവേർട്ട് ക്യാരക്ടറിൽ നിന്നൊരു ടീം പ്ലെയർ ആകാനും പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലുള്ള ആളായിട്ട് മാറാനും 1 man ഷോയിൽ നിന്ന് ഒരു ടീം വർക്കിലേക്ക് മാറുന്നതിനൊക്കെ അവരെ ക്ഷണിക്കുക. ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് പാസീവ് ഇൻകത്തിലേക്ക് എത്തിക്കാനായിട്ട് അവരെ ക്ഷണിക്കുക. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെയാണ് അവരും ഡെവലപ്പായി വരേണ്ടത്. അതേമാതിരി സമയത്ത് വരിക, ടൈം പങ്ക്ച്വാലിറ്റി. ഇവിടെ പറയുന്നത് കൂടുതൽ ഗസ്റ്റുകൾ വിളിക്കുക, കൂടുതൽ ഗസ്റ്റുകൾ വിളിക്കുന്ന ആൾക്കാരെ എൻകറേജ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഓഫ്ലൈൻ പ്രോഗ്രാമുകളും ഓൺലൈൻ പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ ടീം അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അല്ലെങ്കിൽ ലോകത്തിലെ കോടീശ്വരന്മാരായ ആളുകൾ പ്രയോജനപ്പെടുന്ന സമ്പത്ത് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സോഴ്സ് എന്താന്ന് പറയുമോ? അത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മാനവ വിഭവശേഷി എന്നാന്ന് തോന്നുന്നു, ഹ്യൂമൻ റിസോഴ്സസ്. അങ്ങനെ തന്നെയല്ലേ ലീഡേഴ്സ്? ഷാജു സാർ അങ്ങനെ തന്നെയല്ലേ? സാർ ഉണ്ടെന്നായിരിക്കും പ്രോഗ്രാമിൽ അല്ലെ? ഓക്കെ, മാനവ വിഭവശേഷി. അപ്പോ ആ കാര്യത്തിൽ നമ്മൾ അനുഗ്രഹീതരാണ്. കാരണം ചൈനയെ പോലും ഓവർടേക്ക് ചെയ്ത് അല്ലെ ഇന്ത്യ ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്ത് നമ്പർ 1 ആയി. അപ്പോൾ പരമാവധി ജനങ്ങളെ പ്രയോജനപ്പെടുത്തുക, അവരുടെ കഴിവുകൾ ഉപയോഗിക്കുക, അതാണ് ഏറ്റവും വലിയൊരു സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോദി കെയറിലൂടെ നിരവധിയായ ആളുകളുടെ ശക്തമായ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് മോദി കെയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന, അത് പ്രൊമോട്ട് ചെയ്ത് ശക്തമായ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോദി കെയറിലൂടെ എത്ര വലിയ സ്വപ്നം വേണമെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ലക്ഷ്യം എപ്പോഴും സദാസമയവും നമ്മളൊരു പ്രാർത്ഥന പോലെ, ജപം പോലെ, മന്ത്രം പോലെ മനസ്സിൽ കൊണ്ടുനടക്കേണ്ട 3 വാക്കുകളാണ്: റിക്രൂട്ട്മെന്റ്, റിക്രൂട്ട്മെന്റ്, റിക്രൂട്ട്മെന്റ്. സ്പോൺസറിങ്, സ്പോൺസറിങ്, സ്പോൺസറിങ്. ജോയിനിങ്, ജോയിനിങ്, ജോയിനിങ്. ഇതായിരിക്കട്ടെ നമ്മളുടെ മന്ത്രം. സദാസമയവും ഇത്തരത്തിൽ പുതിയ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആയിരിക്കട്ടെ നമ്മൾ മോദി കെയർ പ്രയാണം. ഇവിടെ പറയുന്നത്, നമ്മൾ വരുമാനത്തിന് വേണ്ടി ജനങ്ങളെ സമീപിക്കുന്നതിന് പകരം നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കുക, നല്ല റിലേഷൻസ് ഉണ്ടാക്കുക. ആ റിലേഷൻസ് പിന്നീട് ബിസിനസ്സായി മാറിക്കോളും. അപ്പോൾ ബിസിനസ്സിന് വേണ്ടി മാത്രം ആളുകളെ സമീപിക്കാതെ നമ്മൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക, നല്ല സൗഹൃദ ബന്ധങ്ങൾ സൃഷ്ടിക്കുക. അത് പിന്നീട് നമ്മൾ ബിസിനസ്സിലേക്ക് അത് നമുക്ക് മുതൽക്കൂട്ടായിട്ട് മാറും. ഞാനും അത്തരത്തിലുള്ള മോദികൾ വിജയിച്ച എല്ലാ ലീഡേഴ്സും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്, ലോകത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും വളരാനും വിജയിക്കാനും വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു പുൽക്കുടി പോലും ഇവിടെ ജനിക്കുന്നത് വളരാനും വേണ്ടിയാണ്. സമ്പൽ സമൃദ്ധി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ആ പ്രപഞ്ചത്തിന്റെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സമുദ്രത്തിലെ ഒരു ജലത്തുള്ളി, ഒരിക്കലും ഒരു ജലത്തുള്ളി മാത്രമാണ് ചിന്തിക്കരുത്. ആ സമുദ്രത്തിലെ എല്ലാ
അംശങ്ങളും അടങ്ങിയ ആ സമുദ്രത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ എന്ന് ആ ജലത്തോട് ചിന്തിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മളെല്ലാവരും ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്നും ഈ പ്രപഞ്ച സമ്പത്തിന്റെ അവകാശി നാം ആണെന്നും തീരുമാനിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിന്റെ നിയമം എടുക്കുക എന്നുള്ളതല്ല, കൊടുക്കുക എന്നുള്ളതാണ്. പരമാവധി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. അത്തരത്തില് പ്രവർത്തിക്കാൻ തയ്യാറാവുമ്പോഴാണ് ആ പ്രപഞ്ച നിയമത്തിനനുസരിച്ച് നമ്മളും ഒരു വലിയൊരു വിന്നറായിട്ട് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ 3 നിയമങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ എന്താണോ നിരന്തരമായി ചിന്തിക്കുന്നത് നാം അതായി തീരുന്നു. വലിയ സ്വപ്നങ്ങൾ കാണുക, വലിയ സ്വപ്നങ്ങൾ എഴുതി വയ്ക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. നമ്മളെ ആഗ്രഹം ശക്തമാണെങ്കിൽ, സ്വപ്നം സ്ട്രോങ് ആണെങ്കിൽ അത് സാക്ഷാത്കരിച്ചു തരുന്നതിന് വേണ്ടിയുള്ള വ്യക്തികളും സാഹചര്യങ്ങളെല്ലാം നമ്മിലേക്ക് അടുത്ത് വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുക. അതിനോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ കൂട്ടായ്മയിൽ വിശ്വസിക്കുക, കോമ്പൗണ്ടിങ് വിശ്വസിക്കുക, ഡ്യൂപ്ലിക്കേഷനിലും മൾട്ടിപ്ലിക്കേഷനിലും വിശ്വസിക്കുക. അതിനോടൊപ്പം നമ്മളോടൊപ്പം വരുന്ന എല്ലാ വ്യക്തികളും ഒരേമാതിരി പെർഫോം ചെയ്ത് ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്. വലിയ സ്വപ്നങ്ങളുള്ള ആളുകൾ അല്ലെങ്കിൽ എടുത്ത തീരുമാനത്തെ ഉറച്ച് അങ്ങേറ്റം വരെ പോകുന്ന ആളുകൾക്ക് ഒരുപക്ഷെ കുറവായിരിക്കും. അതാണ് ലോ ഓഫ് ആവറേജ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ സ്ട്രാറ്റജീസ് എല്ലാം വിശ്വസിച്ചുകൊണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിച്ചുകൊണ്ട്, ലോ ഓഫ് ലിവറേജിൽ വിശ്വസിച്ചുകൊണ്ട്, ലോ ഓഫ് ആവറേജിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ശക്തമായിട്ട് മുന്നേറുക. നമ്മുടെ ഗോവൻ ട്രിപ്പിന്റെ ക്രൈറ്റീരിയ ഈ മാസമെങ്കിലും തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അതിലേക്ക് വിൻ ചെയ്യാനായിട്ട് സാധിക്കൂ. എല്ലാവരും ഇതിനുവേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കുക. ഇന്ന് ലോയൽറ്റിയുടെ അവസാന ദിവസമാണ്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ അറിയിക്കുക. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നതിന് സമയമായിട്ടുണ്ട്. പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദിയും അഭിനന്ദനം അറിയിക്കുന്നു. വരുന്ന ശനിയാഴ്ച വീണ്ടും പ്രൊഡക്ട് ട്രെയിനിങ്ങുമായിട്ട് നമുക്ക് ഒന്നിച്ചു കൂടാം. അതിലേക്ക് മാക്സിമം ആൾക്കാരെ വിളിക്കുക. അപ്പൊ എല്ലാ കൺസൾട്ടൻസിനും അഡ്വൈസേഴ്സിനും ലീഡേഴ്സിനും ശുഭരാത്രി നേർന്നു. താങ്ക് യു സോ മച്ച്. സ്റ്റീവ് മോദിക്കർ. താങ്ക് യു. താങ്ക് യു. Thank you. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Thank you. Thank you, sir. Thank you all. Thank you. Bye.